ഞാനിപ്പോ എഴുതിയതിൽ എന്റെ സാഹിത്യം കാരണം ചിലപ്പായിരിക്കും. സർഗസാധന അലിയാർ സാറിനെ പഠിപ്പിച്ചിരിക്കുന്നത് ഇതിങ്ങനെ ഒഴുകി വന്നതായിരിക്കും അല്ലേ? സാറ് വിചാരിക്കടാ എന്നെ ഇങ്ങ് വിട്ടുപിടിയടേ എന്ന് സാറ് പറയുന്നുണ്ടാവും. സാറ് നമുക്കത് മനസ്സിലാവുന്നു അല്ലേ? ഈ ഒരു ദിവസത്തിലേക്കാണ്ട് സാബു അലിയാർ സാർ അങ്ങനെ പറഞ്ഞായിട്ട് എൻ്റെ ഓർമ്മയുണ്ട്. ഈ സാബുവിനെ കിട്ടാതെ കുറെ, സാറിൻ്റെ ഒരു ആഗ്രഹമാണല്ലോ അത്യാവശ്യം പിള്ളേർ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കണം എന്നുള്ളത്. സാബുവിൻ്റെ കഴുത്തിന് കുത്തി പിടിച്ചെടുത്ത് ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരുത്തി കേരള പാണിനി മലയാളം ഒക്കെ സത്യം. അതെ, ഞാൻ നേരത്തെ പറഞ്ഞത് എന്നെ സാറിന്റെ കയ്യകലത്തി എന്നെ കിട്ടി കഴിഞ്ഞാൽ പിടിച്ചോണ്ടു കഴുത്തെ കുത്തി പിടിച്ചു. ഒരു സ്നേഹത്തിന്റെ കലാകാരന്മാരോട് വലിയ കാരണം ഞാൻ ഇതെല്ലാം അക്രമം കാണിക്കുമെങ്കിൽ അതിന്റെ ഒരു സൈഡിൽ കൂടെ ഒരു പാരലൽ ഇതില് ഈ നാടകവും പിന്നെ പ്രവർത്തനങ്ങളും സാധനവും എല്ലാം. അപ്പൊ പണ്ടേ യൂത്ത് ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കലും ഈ കലാജാഥ, തെരുവ് നാടകം, അതൊക്കെ ചെയ്യും. ഈ ഒരുപാട് പൈസ സാബുവിന് കിട്ടി വഴിയാധാരമായി പോയ കേസാണ്. അഖിൽ മാരാറിനെ പോലെ കുറെ ആൾക്കാർക്ക് കിട്ടിയതിനേക്കാളും എത്രയോ ഇരട്ടി തുക കിട്ടുകയും തദ്വാര എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ആലോചിച്ച് നടന്ന ദുഃഖിക്കുന്ന ഒരു കോടീശ്വരൻ. എന്തവസ്ഥയാ അല്ലേ? അങ്ങനൊന്നുമില്ല. എനിക്ക് ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും വർഷമായിട്ട് ഇതിലുള്ളതാണല്ലോ. അപ്പൊ നമ്മളൊരു ടെലിവിഷനിൽ ഒരു ഷോയിൽ പോകുമ്പോൾ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യും. കാശ് പറഞ്ഞിട്ട് തന്നെ പോയത്. എനിക്ക് ഇത്ര രൂപയാണ്. അല്ലെ സാബു എന്തിനാ അവിടെ പോയത്? കാശുണ്ടാക്കാനാണോ? ഞാൻ കാശുണ്ടാക്കാനല്ല. എനിക്ക് ആ ഷോ എങ്ങനെയാണ്, എന്താ പരിപാടി, ഇത് എങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ ടെലിവിഷന്റെ ടെക്നിക്കൽ സൈഡും കൂടെ നോക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഈ ഒരു സംവിധാനം എങ്ങനെയായിരിക്കും ഓപ്പറേറ്റ് ആകുന്നത് എന്നുള്ളത്. അപ്പൊ ഞാൻ അതിനകത്ത് ഇതിലേക്ക് എൻട്രി ഇല്ല നമുക്ക്. ഒരു രക്ഷയില്ല. കാരണം അത് വേറൊരു എൻറ്റയർലി ഡിഫറെന്റ് പ്രൊഡക്ഷൻ കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതിനകത്ത് എന്നല്ലട ഇത് അറിയാമല്ലോ എങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ ചെന്ന് പെട്ടതാ. എന്തോ പഠിച്ചത് അവിടുന്ന്? അല്ല, ഞാൻ പഠിച്ചത് അത് ഹൗ ഇറ്റ് ഓപ്പറേറ്റ്സ് എന്നുള്ള സാധനം. ഹൗ സാബു വർക്ക്സ് എന്ന് പഠിച്ചോ? അതും പഠിച്ചു. അത് പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഞാൻ സപ്രസ് ചെയ്ത് വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഉണ്ടായിരുന്നു. എന്റെ വികാരങ്ങളെ അവിടെ അടിച്ചമർത്തി. അപ്പൊ ആ സാധനമൊക്കെ എനിക്ക് ആക്ച്വലി ഒരു സെൽഫ് റിയലൈസേഷൻ ഉള്ള സ്പേസ് കിട്ടി. അല്ല, സാബു അതിനകത്ത് പോയിട്ട് ഒരുപാട് ക്ഷമാശീ ലെവലിനുള്ള ഒരു മര്യാദക്കാരനായി രൂപാന്തരം സംഭവിച്ചു എന്നാണ് അലിയാർ സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉണ്ടായത്. കാര്യം എനിക്ക് അത് പറ്റുമോ എന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പറ്റുമെന്ന് തെളിയിച്ചു. അതൊരു വലിയ സംഭവം തന്നെ. സാബുവിനത് പറ്റുമെന്ന് ഞാൻ ജീവിതത്തിൽ എനിക്കതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതിനകത്ത് പോയതിനകത്ത് എന്റെ വേറെ കുറെ കാര്യങ്ങൾ എനിക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പഠിച്ചു. അതിനകത്ത് കയറിയിട്ട് ആരെങ്കിലും പ്രാങ്ക് ചെയ്തോ? നമ്മുടെ രഞ്ജിനി ഹരിദാസിന് എന്തോ ഒരു അബദ്ധം പറ്റിയെന്ന് കേട്ടിട്ടുണ്ട്. രഞ്ജിനി ഒന്നും ഉണ്ടായിരുന്നില്ല മത്സരിക്കാനുണ്ടായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. രഞ്ജിനെ കൊണ്ട് എന്നെ അടിപ്പിക്കാൻ വേണ്ടിയാണ് രഞ്ജിനെ അതിനകത്ത് കൊണ്ടുവന്നത്. ഞാനുമായിട്ട് അടി കൂടി തമ്മി തല്ലി ചാടോന്നായിരുന്നു അവരുടെ പ്ലാൻ. റേറ്റിംഗ് ഉയർത്തുക തന്നെ പരിപാടി. പക്ഷെ അവർക്ക് അതില് പിന്നെ പരാജയപ്പെട്ടു പോയി. എന്താ നിങ്ങൾ തമ്മിൽ സിങ്കായോ? രഞ്ജിനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറയുന്ന കക്ഷിയാണ്. അതിന് കുറച്ചു നാൾ മുമ്പ് ഞാൻ എന്തോ ഒരു കാര്യത്തിന് രഞ്ജിനിയെ ചീത്ത വിളിച്ചായിരുന്നു. ചില വലിയ തെറിയൊന്നുമില്ല. സാധാരണ അടുത്ത സ്റ്റേറ്റിൽ പോകുമ്പം അത് അവിടുത്തെ നമ്മുടെ ആളുകളുടെ ശരീരത്തിലെ ഒരു അപ്പോ പിന്നെ അതുകൊണ്ട് എന്നെ നേരിട്ട് കിട്ടുമ്പോ ഒരു വലിയ ലഹള ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചാണ് രഞ്ജിനി നോക്കി വെച്ചിരിക്കുന്നു. പക്ഷെ ഞാൻ രഞ്ജിനിയോട് ചോദിച്ചപ്പോ രഞ്ജിനി പറയുന്നത് എനിക്ക് അങ്ങനെയൊന്നുമില്ല. രഞ്ജിനി എന്ന് പറഞ്ഞാലേ ദൈവത്തിനെ പോലും ഭയമില്ലെന്ന് നടക്കുന്ന ആളാ.